ഇന്നലെ മേടിച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് കയറ്റിയ മീനാണ് അയിലയും പുതിയാപ്ല കട്ട്ലയും. അപ്പോൾ ഇവിടെ പറയണത് ഇതിന് പുതിയാപ്ല കട്ട്ലയെന്നാണ് കേട്ടോ. അപ്പോൾ നിങ്ങളവിടെ എന്താ പറയുക? അപ്പോൾ ഇതാ അയില ഞാൻ മുറിച്ച് വൃത്തിയാക്കി എടുക്കണത്. എനിക്ക് തോന്നുന്നത് അയില മുറിക്കാനാണ് ഏറ്റവും എളുപ്പമെന്ന്. പുതിയാപ്ല കട്ട്ല മുറിക്കാൻ കുറച്ച് വിഷമമാണ് കേട്ടോ. ചിതമ്പൽ കൊണ്ട് പൂക്കളം വരക്കാം പുതിയാപ്ല കട്ട്ല മുറിച്ചാൽ. എല്ലാം കൂടി 150 രൂപയുടെ മീനാണ്. 50 രൂപ പുതിയാപ്ല കട്ട്ലയ്ക്കും അയിലക്ക് 100 രൂപയാണ്. അങ്ങനെ 150 രൂപ കൊണ്ട് ഇന്ന് കറി ഉണ്ടാക്കാം കേട്ടോ. പിന്നെ ഇതാ ഞാൻ പുതിയാപ്ലക്ക് കഴുകി വൃത്തിയാക്കി വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഉപ്പ്, മുളക്, മഞ്ഞൾപ്പൊടി, പുളിവെള്ളം എന്നിട്ട് നന്നായി മസാല പിടിപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അയില കഷ്ണങ്ങളാക്കി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. കറി വെക്കാനാണ്. ചിതമ്പൽ കൊണ്ട് പൂക്കളായിടത്തൊക്കെ ലൈസോൾ ഒഴിച്ചിട്ട് തുടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കറി വെക്കാൻ തേങ്ങ വേണം. അങ്ങനെ തേങ്ങ പൊട്ടിച്ചിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഊറി കുടിക്കുകയാണ്. അപ്പോൾ അടിപൊളി ടേസ്റ്റായിരുന്നു തേങ്ങാ വെള്ളം. പെട്ടെന്ന് തന്നെ തേങ്ങ ചിരകിയിട്ട് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തേ. എന്നിട്ട് വലിയ ജീരകവും ഇത്തിരി സവാളയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായി അരച്ചെടുത്തിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയുടെ ബോട്ടിൽ കാലിയായ ഓർമ്മ വന്നത്. അങ്ങനെ പെട്ടെന്ന് തന്നെ വെളിച്ചെണ്ണ ഫില്ല് ചെയ്തേ. മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്, വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, ഉലുവ പൊട്ടിച്ചിട്ടുണ്ട്, വെളുത്തുള്ളി ചതച്ചത്, സവാള, കറിവേപ്പില, പച്ചമുളക്, തക്കാളി, ഒരു ഉണ്ടപ്പുളി ഇതൊക്കെ വയന്ന് വന്നാൽ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി എന്നിട്ട് മൂപ്പിച്ചിട്ട് നമ്മൾ തേങ്ങ അരച്ച മിക്സ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. ചാറിന് ആവശ്യമായ വെള്ളവും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ അയിലക്കുട്ടന്മാരെയൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. മീൻ വെന്ത് കഴിഞ്ഞാൽ നല്ല ഫ്രഷ് കറിവേപ്പിലയും കൂടി ചേർത്താൽ നമ്മൾ അയില തേങ്ങ അരച്ച കറി വേണ്ടി ആയിട്ടുണ്ട്. എൻ്റെ അടുക്ക് പുതിയാപ്പിളയും കൂടി പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ ഉച്ചക്കത്തെ ഊണ് ഇതൊക്കെ ആയിരുന്നു. അടിപൊളിയായിട്ട് ഇന്ന് ഭക്ഷണം കഴിച്ചു. അപ്പോൾ ഇത്രയും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാം. അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ ബൈ, ടാറ്റാ.